ധർമ്മോസ്മത് കുലദൈവതം, മനോരമയുടെ മനോഹരമായിട്ടുള്ള ടൈറ്റിൽ. ഇത്തിരിയെങ്കിലും ആ ടൈറ്റിലിനോട് കൂറു പുലർത്താമായിരുന്നു മനോരമക്കാരെ. നിങ്ങളുടെ ഇയർ ബുക്കിൽ പരസ്യമായി വിളിച്ചു പറയുന്ന ന്യൂനപക്ഷ വിരോധം ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കടന്നുപോയത്? ധാർമ്മികതയാണ് വിപ്ലവം എന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങളെപ്പോലെയുള്ള കപട മതേതരത്വക്കാരെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല. മനോരമയുടെ ഇയർ ബുക്കിന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. മനോരമയുടെ ഇയർ ബുക്കിൽ 619, 620 ഈ പേജുകളിൽ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതായത് കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ മാധ്യമങ്ങളിൽ ആദ്യം വ്യക്തമാക്കി പറയുന്നത് മനോരമയെ കുറിച്ചാണ്. വളരെ വ്യക്തമായി, വളരെ വിശദീകരിച്ചുകൊണ്ട് മനോരമ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങളെ കുറിച്ച് വലിയ രീതിയിൽ വിളിച്ചു പറയുന്നു. എന്നിട്ട് മനോരമയുടെ എന്റർടൈൻമെന്റ് ചാനലായിട്ടുള്ള മഴവിൽ മനോരമയെ പോലും അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു കോളം വിട്ടു നൽകുന്നുണ്ട്. പക്ഷേ ആ അടിസ്ഥാന വിവരങ്ങളിൽ, കേരളത്തിലെ മാധ്യമങ്ങളെ പരിചയപ്പെടുത്തുന്ന അടിസ്ഥാന വിവരങ്ങളിൽ എവിടെയും കേരളത്തിൽ ന്യൂനപക്ഷ മാനേജ്മെന്റിന്റെ കീഴിലുള്ള മാധ്യമങ്ങളെ, പത്രങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ പറയുമ്പോൾ വ്യക്തമായി പറഞ്ഞു തരാം. 1938 മുതൽ ചന്ദ്രിക കേരളത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പത്രമാണ്. അതായത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു പത്രം. ആ പത്രത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനും വ്യക്തമായ കാരണങ്ങൾ പറയാം. 1984 മുതൽ പ്രചാരണത്തിലുള്ള സിറാജും അതിൽ ഉൾപ്പെട്ടിട്ടില്ല. 1987 കടന്നു വന്ന മാധ്യമം പിന്നീട് ജനങ്ങൾക്കിടയിൽ വലിയ ഒരു തരംഗം സൃഷ്ടിച്ച ഒരു പത്രമാണ് മാധ്യമം. ആ മാധ്യമവും അവരുടെ ഇയർ ബുക്കിൽ സ്ഥാനം നേടിയിട്ടില്ല. അത് മാത്രമല്ല, സുപ്രഭാതം അതുപോലെ തന്നെ മീഡിയ വൺ എന്ന ചാനലും ഇടം നേടിയിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം. ഇതൊക്കെ ഇടം നേടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇടം നേടിയത് ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാലോം TV വരെ അതിൽ ഇടം നേടിയിട്ടുണ്ട്. ഷാലോം TV എന്ന് പറയുമ്പോൾ ഷാലോം TV മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്ത് എന്നുള്ളത് അത്യാവശ്യം വിവരമുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെയുമുണ്ട്, ജന്മഭൂമിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ജനം TVയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പോലും കേരളത്തിലെ ന്യൂനപക്ഷ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു പത്രത്തെയും പോലും ഉൾപ്പെടുത്താൻ മനോരമ തയ്യാറാവാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനോരമയുടെ ന്യൂനപക്ഷ വിരോധമെന്ന് പച്ചക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും. ധർമ്മമാണ് എല്ലാം എന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങളുടെ മാധ്യമധർമ്മം എത്രത്തോളം ശരിയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനമാണ് നിങ്ങളുടെ ഇയർ ബുക്കിലെ 619, 620 പേജിൽ വളരെ വ്യക്തമായി നിങ്ങൾ തന്നെ വിളിച്ചു പറയുന്നത്. നാണമില്ലേ? സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നുള്ളത്. ദേശാഭിമാനിയും വീക്ഷണവും ജനയുഗവും ജന്മഭൂമിയും ഒക്കെ ഉൾപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് പാർട്ടി പത്രമായിട്ടുള്ള ചന്ദ്രികയെ പോലും ഉൾപ്പെടുത്താൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കാത്തത് എന്നുള്ളതിന്റെ വ്യക്തമായ ഉത്തരമാണ് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇത് മുസ്ലിം വിരോധമാണ്, ന്യൂനപക്ഷ വിരോധമാണ്. കേരളത്തിൽ മതേതരത്വത്തോട് കൂടി മുന്നോട്ട് പോകുന്ന കേരളത്തിൽ നിങ്ങളുടെ പത്രത്തിന്റെ വിപണിയിൽ 90% ന്യൂനപക്ഷമാണ് കൈയടക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ വായനക്കാർ 90% മുസ്ലിങ്ങളാണെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. ആ മുസ്ലിങ്ങളെ ഇത്രത്തോളം പരസ്യമായി അപമാനിക്കുന്ന തരത്തിലേക്ക് കടന്നു പോകുമ്പോൾ മാധ്യമധർമ്മത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു തിരിച്ചടി തന്നെയാണ് മനോരമയുടെ ഈ ഒരു ന്യൂനപക്ഷ വിരോധത്തിനെതിരെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.